നമ്മുടെ സുഹൃത്തുക്കൾ അറിഞ്ഞോ അറിയാതെയോ ചില നേതൃത്വത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും ഹദീസുകളെ പരിഹസിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ പോലുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് മഗ്‌രിബ് സംസ്കരിച്ചപ്പോൾ നമ്മൾ അവസാനത്തെ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിച്ചതെന്താ? വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്നാൽ ഈ ലേഖനം അൽഫനാർ 1900 ഈ അടുത്തിറങ്ങിയിട്ടുള്ള 2015 ഇറങ്ങിയിട്ടുള്ള അൽഫനാർ 2014 ഫെബ്രുവരി അൽഫനാറിൽ ഈ അബ്ദുസ്സലാം സുല്ലമിയുടെ ലേഖനം മസീഹുദ് ദജ്ജാൽ എന്നതാണ് ലേഖനത്തിന്റെ ഹെഡിങ്. ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ എന്നതാണ് എന്റെ വിശ്വാസം. നിങ്ങൾ നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മസീഹുദ് ദജ്ജാൽ ഇതാണോ? മസീഹുദ് ദജ്ജാൽ വരുമെന്നും ഖുറാസാന്റെ ഭാഗത്തിൽ നിന്നാണ് മസീഹുദ് ദജ്ജാൽ ഉണ്ടാവുകയെന്നും അവന് ഇരു ഹറമുകളിലേക്കും പ്രവേശനം നൽകപ്പെടുകയില്ല എന്നും ബാബു ലുദ്ദിൽ വെച്ചുകൊണ്ട് ഈസാ നബി ആ മസീഹുദ് ദജ്ജാലിനെ വധിക്കുമെന്നും അവന്റെ കൂടെ ജൂതന്മാർ പോകുമെന്നും അവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കുമെന്നും ഭൂമിയോട് സ്വർണവും വെള്ളിയും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ അത് വരുമെന്നുമൊക്കെ പഠിപ്പിച്ച ഒരു മസീഹുദ് ദജ്ജാൽ. ആ മസീഹുദ് ദജ്ജാലിനെ നിഷേധിച്ച് എന്റെ വിശ്വാസം സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന എല്ലാ ആളുകൾക്കും പറയുന്ന മേരാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഹദീസുകൾ മുഴുവൻ സുഹൃത്തുക്കളെ മാറ്റിവെക്കല്ലേ? ഇത് ഹദീസ് നിഷേധമല്ലേ? നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി നമസ്കാരത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പോലും നിഷേധിക്കുന്ന, ഇനി നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമാണല്ലോ ഇത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പണ്ടങ്ങൾ എഴുതിയപ്പോ അബ്ദുസ്സലാം സുല്ലമി എഴുതിയപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പടർന്നപ്പോഴാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം. ഇതൊന്നും പടർന്നപ്പോഴല്ല, അതിൽ പല കാരണങ്ങളുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് 2014 ഇത് 2014 മെയ് മാസത്തിൽ ഇറങ്ങിയ അൽഫനാറിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ ലേഖനം ഖബറിലെ ശിക്ഷ. വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ അല്ലാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്താ അബ്ദുസ്സലാം സുല്ലമി എഴുതിയത്? അതുപോലെ തന്നെയാണ് അവനെ ഇരുത്തിയ ശേഷം 2 ദണ്ഡുകൾ, ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട് അവനെ അടിക്കുമെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിവക്ഷിക്കാവുന്നതല്ല. അങ്ങനെ അടിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിക്കുന്ന അർത്ഥം പറയാൻ പാടില്ല. ഹദീസുകൾ സ്വഹീഹാണെന്ന് അംഗീകരിച്ചാൽ തന്നെ മനുഷ്യന്റെ ആത്മാവിന് അനുഭവപ്പെടുന്ന അനുഭൂതികൾ മാത്രമാണിത്. എന്നിട്ട് പറയാണ്, പരിശുദ്ധ ഖുർആനും മനുഷ്യന്റെ ബുദ്ധികൾക്കും എതിരായി വരുന്ന റിപ്പോർട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇത് പറഞ്ഞ ഖുർആനെതിരാണ്, ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ ഖബർ ശിക്ഷ. ഇതുപോലെ നാം പറഞ്ഞല്ലോ അള്ളാഹു ഇറങ്ങും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ ശബാബിലൂടെ അബ്ദുസ്സലാം സുല്ലമി എഴുതിയതെന്താ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അറച്ചു നിൽക്കാൻ സമയം ഉണ്ടാകോ എന്ന് എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ സംസം, നമുക്കറിയാം മുസ്ലിമീങ്ങൾ എല്ലാവരും ആദരവോടുകൂടി കാണുന്ന സംസം, അത് ഹദീസുകൾ മുഴുവനും ദുർബലമാണ്. ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമുത്താൻ മുസ്ലിമീങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ട്, പക്ഷെ അതിൽ ഹദീസുകൾ മുഴുവൻ ദുർബലം, ഒരു സാധാരണ കല്ല്. ഇതൊക്കെ ഒരു മനുഷ്യൻ പറയുന്നു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എത്രമാത്രം അപകടകരമാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ പിടർന്ന സംഭവം വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അബ്ദുസ്സലാം സുല്ലമിയെ പോലുള്ള അല്ലെങ്കിൽ മടവൂർ സുഹൃത്തുക്കൾ മാത്രമല്ല, CN അഹമ്മദ് പോലും നിഷേധിച്ചിട്ടുണ്ട്, ശേഖരൂർ പോലും നിഷേധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നിഷേധിച്ച അതേ ഒരു സംഗതി തന്നെയാണ് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിയും ഇവിടെ നിഷേധിച്ചത്. ഇനി ഞാൻ ഈ പറയുന്ന ഒറ്റ വാചകം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഇറങ്ങിയ ശബാബ് മാത്രം നിങ്ങൾ പരിശോധിക്കുക. ഈ 2 കൊല്ലത്തിനടങ്ങി ഇറങ്ങിയ ശബാബ് മാത്രം, അതിൽ ഈ അബ്ദുസ്സലാം സുല്ലമിയും അതുപോലെ തന്നെ കൊഴപ്പുറം സുല്ലമിയും ഹമീദ് മദീനിയും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എത്ര ഹദീസുകളെയാണ് പരിഹസിക്കുക. ഇവരുടെ ലേഖനം തന്നെ അതില്ല, ഇതില്ല, അത് സഹിരി, ഇത് ശരിയല്ല. ഈ 2 കൊല്ലത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമം നടത്തുന്ന പോലെ ഒരു റസൂലുള്ളാഹിന്റെ ഹദീസ് കൊടുത്തിട്ട് ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, നിങ്ങൾ എടുക്കണം, ഇത് റസൂലുള്ളാഹിന്റെ ശരി നിങ്ങൾ എടുക്കണം, ഇത് പോസിറ്റീവായി ആളുകളെ പഠിപ്പിക്കുന്ന രീതി പാടെ ഒഴിവാക്കി. അതില്ല, ഇതില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, അതിൽ ആ കുഴപ്പം, ഇതിൽ കുഴപ്പം. റസൂലുള്ളാഹിന്റെ ഹദീസുകൾക്ക് എന്തോ ഒരു പകയുള്ളത് പോലെ പെരുമാറുന്നു.
സുഹൃത്തുക്കൾ, ഇത് അപകടമാണ്. ഹദീസ് നിഷേധം ആരോപണമല്ല, വസ്തുതയാണ് എന്ന് മാത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിയതാണ്. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ, 30-ലധികം വിഷയങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ മാത്രം നമ്മുടെ സുഹൃത്തുക്കൾ നിഷേധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അതിന്റെ തെളിവുകൾ വേണമെങ്കിൽ പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ ഇത്ര മാത്രം പറഞ്ഞു ചുരുക്കും.